ഒരധ്യാപകൻ വിദ്യാർത്ഥിയെ മാരകമായി പ്രഹരിച്ചതും അധ്യാപകനെതിരെ രക്ഷകർത്താവ് രംഗത്ത് വന്നതും ആ മാരകമായ പ്രഹരത്തിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ സാമൂഹ്യ മാധ്യമത്തിൽ ഇടം പിടിക്കുകയുണ്ടായി. അത് പിന്നീട് വാർത്തകളായി. ആ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ പല രീതിയിൽ പല തരത്തിൽ അത് പ്രവഹിച്ചു. അതിനെ തുടർന്ന് ചർച്ചകൾ നടന്നു. ഒരുപാട് ആളുകൾ കമൻറ്റുകളിലായി വന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങളോടെ അതിനോട് വിയോജിക്കുകയും യോജിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇന്ന് അതിനെ സംബന്ധിച്ച് ആ അടിച്ച അധ്യാപകനും അടികൊണ്ട കുട്ടിയുടെ പിതാവിൻ്റെയും ഒരു പ്രതികരണം പുറത്തു വന്നു. അത് രണ്ടും ഒന്ന് കേൾക്കാം. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഞാൻ മണികണ്ഠൻ മാഷ്, വരൂര് സ്കൂളിലെ മണികണ്ഠൻ മാഷാണ്. 2 ദിവസമായിട്ട് നവമാധ്യമങ്ങളിൽ എന്നെ കുറിച്ചുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ച സംഭവം കൂടി നിങ്ങളെല്ലാവരും ഒന്ന് അറിയണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോയിലൂടെ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീച്ചർ വാതിലിൽ വന്ന് തട്ടുന്നു. കുട്ടികളോട് എന്തൊരു മെസ്സേജ് കൊടുക്കാനായിട്ടാണ് ടീച്ചർ വരുന്നത്. ടീച്ചർ ക്ലാസ്സിൽ കയറിയ വർഷം കാണുന്നത് എന്തൊരു മേശപ്പുറത്ത് കയറി ഇരിക്കുന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കാഴ്ച പരിമിതിയുള്ള ഒരാൾ കൊണ്ടാണ് ഞാൻ, തീരെ കാണാത്ത ഒരാളാണ്. അപ്പോൾ ഇത്ര 10-40 കുട്ടികൾ ആ ക്ലാസ്സിൽ ഇരിക്കുന്നു. അവരുടെ മുന്നിൽ ഒരു കോമാളിയാക്കിയിട്ടാണ് എന്നെ കുട്ടി കാണിച്ചിരിക്കുന്നത്. ആ മേശയുടെ മുകളിൽ കയറി ഇരിക്കുക. അപ്പോൾ മുൻകാലങ്ങളിലും ആ കുട്ടിയിൽ നിന്നും മറ്റു കുട്ടികളിൽ നിന്നും എന്നെ പച്ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് അത്രയും വിഷമമായി, സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ഒരു പ്രകോപനം ഉണ്ടായി. പെട്ടെന്ന് തോന്നിയൊരു വികാരത്തിലാണ് ഞാൻ ആ കുട്ടിയെ ചെയ്യുന്നത്. ചെയ്യാൻ പാടില്ലാത്താണ്, പറ്റിപ്പോയി. അല്ലാതെ ഒരിക്കലും ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് കുട്ടിയോട് ചെയ്തതല്ല. എനിക്കുണ്ടായൊരു വിഷമം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളൊരാളായി കാണും. നിങ്ങൾക്ക് അതിൻ്റെ കാഴ്ചക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വേദന അറിയും. ഇത്രയും കുട്ടികളുള്ള ആ ക്ലാസ്സിൽ എന്നെ കോമാളിക്ക് തുല്യമായിരുന്നു കുട്ടികൾ ചെയ്തിട്ടുണ്ട്. മേശറ മുകളിൽ കയറിയിരിക്കുക, പിന്നെ എന്തൊക്കെ അവരോട് ചെയ്തിരുന്നെന്ന് എനിക്ക് കാണില്ലല്ലോ. അപ്പോൾ ഉണ്ടായ ഒരു വികാരം കൊണ്ട് പറ്റിപ്പോയതാണ്. ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഇതാണ് മാഷിന്റെ പ്രതികരണം. കുട്ടിയുടെ പിതാവിന്റെ പ്രതികരണം കൂടി കേൾക്കാം. പരാതിയായിട്ട് പോകാൻ കാരണം നമ്മളുടെ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് സഹിച്ചില്ല. അതാണ് മെയിനായിട്ട്. പിന്നെ ഇത് ഇനി നാളെ മേലാക്കാൻ ഇത് ആവർത്തിക്കരുത് വേറെ കുട്ടിക്ക്. പിന്നെ ഫോണ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മാഷിൻ്റെ അത്രയും ക്രൂരത കൊണ്ടായിരിക്കാം പിള്ളേരാൻ എടുത്തിട്ടുണ്ടായി. അത് പുറലോകം അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടായിരിക്കാം. ഇതിലൊരു കാര്യമുണ്ട്. പണ്ടൊക്കെ കുട്ടികളായി ജനിച്ച് മുതിർന്നവരായി വളർന്ന് മരിക്കുകയാണെങ്കിൽ ഇന്ന് മുതിർന്നവരായി ജനിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ചിലപ്പോൾ അതിൻ്റെ പരിമിതികളൊക്കെ വിട്ട് പലപ്പോഴും സഞ്ചരിക്കാറുണ്ട്. അവരുടെ പരിമിതികളുടെ അപ്പുറത്തെ ലോകത്തേക്ക് പുതിയ ഒരു അധ്യാപനത്തിൻ്റെ കാഴ്ചപ്പാടും ചിന്തകളും കൂടി അധ്യാപകർക്ക് ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഇന്നത് പൊരുത്തപ്പെട്ടു പോവുള്ളൂ. ഏതായാലും കാണുന്ന എല്ലാവർക്കും അറിയാം, ഇതിലേതെങ്കിലും തരത്തിലുള്ള ഒരു മുൻ വൈരാഗ്യമോ വേറെന്തെങ്കിലും സംഗതികളോ ഒന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞതുപോലെ രണ്ടുപേർക്കും വ്രണപ്പെട്ടത് വികാരമാണ്. ഒരാൾക്ക് തൻ്റെ പരിമിതിയെ പരിഹസിച്ചു എന്ന് പറയുന്നൊരു അധ്യാപകൻ്റെ വികാരം, രക്ഷകർത്താവിനെ അങ്ങനെ അടിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ മകനെ അടിച്ചതിലുള്ള വികാരം, ആ വികാരങ്ങൾക്കപ്പുറത്ത് ഇരുവരുടെയും വിവേകമായിരുന്നു ഇരുവരെയും നയിക്കേണ്ടിയിരുന്നത്. അങ്ങനെ വികാരത്തിനപ്പുറത്ത് വിവേകം നയിക്കുമ്പോഴാണ് മുമ്പേ കുതിക്കുന്ന വികാരത്തെ വിവേകം കൊണ്ട് നമുക്ക് നേരിടാനാവുന്നത്. രണ്ടുപേർക്കും ബോധ്യപ്പെടണം കാര്യങ്ങൾ പരസ്പരം. സാമൂഹ്യ മാധ്യമത്തിൽ ആളെ അറിയാതെ അർത്ഥമറിയാതെ സ്ഥാപിക്കുന്ന കമൻറ്റുകൾക്കും എഴുത്തുകൾക്കും അപ്പുറത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് പരസ്പരം അത് ബോധ്യപ്പെടാനും തിരുത്താനുമുള്ള അവസരമുണ്ടാവുക. അതിലൊരു കാര്യം മാത്രം രണ്ടുപേരും ഓർത്താൽ മതിയാവും. അടിച്ച അധ്യാപകനും അടിച്ച അധ്യാപകനെ ശിക്ഷിക്കാനിറങ്ങിയ രക്ഷകർത്താവും ഇത് രണ്ടിനും അപ്പുറത്ത് ഈ വിദ്യാർത്ഥിയിൽ ഇതുണ്ടാക്കുന്ന ഒരു ഗുണകരമായ അവൻ്റെ ഭാവിയുടെ വളർച്ചയ്ക്കുതകുന്ന നിലപാട് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഏറ്റവും ഗൗരവമായി ആലോചിക്കട്ടെ. ഒരുമിച്ച് ആലോചിച്ച് തീരുമാനിക്കട്ടെ.